നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ എംബറർ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഒരുപാട് അഡിക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു പേഴ്സൺ അല്ല എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഒരുപാട് സമയം എടുക്കും അവർ ഇമോഷണലി ഈ ഒരു റിലേഷനിലോട്ട് അറ്റാച്ച്മെന്റിലോട്ട് വരാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. കൂടുതൽ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന, അവരുടെ ലക്ഷ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന, അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഒരു അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് സമയം റിലേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒന്നും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവർ എന്നാണ് കാണിക്കുന്നത്. അവർ കൂടുതൽ അവരിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഗ്രോത്തിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങളും ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുള്ളൂ. ചില ആളുകൾ അവരുടെ കർമ്മയിലോ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ജോബിലായിരിക്കും അവർ കൂടുതൽ താല്പര്യം കാണിക്കുക. കാരണം അവർക്ക് അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളാവുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ജോബിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. എന്ന് കരുതി റിലേഷൻ വേണ്ടെന്നായിരിക്കില്ല, പക്ഷെ അവരുടെ ഫുൾ ഫോക്കസ് അവരുടെ ജോബിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ജോബിൽ കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക. അല്ലാതെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ടെൻഷനായി ഇരിക്കുമ്പോൾ അവർക്ക് ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരുന്നാൽ അവർക്ക് റിലേഷനിലും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാവുമ്പോൾ അവർക്ക് അതിൻ്റെ സ്പേസ് നിങ്ങൾ കൊടുക്കുക. അത് കൊടുക്കാതാവുമ്പോൾ അവർ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാക്കും, അവർ നിങ്ങൾക്ക് വേണ്ട അറ്റൻഷൻ തരാതാവും, അവർ നിങ്ങളിൽ നിന്ന് അകൽച്ച വെക്കും. അത് ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്. ഇപ്പോൾ എല്ലാവരും റിലേഷൻ നിൽക്കുമ്പോൾ അവർക്ക് സമയമില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ റിലേഷൻ കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കും. കാരണം നിങ്ങൾക്ക് റിലേഷനിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷനും അല്ലെങ്കിൽ ഒരുപാട് സമയം റിലേഷൻഷിപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. പക്ഷെ അതുപോലെ ആയിക്കോളന്നില്ല അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നുള്ളതാണ്. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര ടൈം എന്നുള്ള രീതിയിലെങ്കിലും സമയം തരണം കേട്ടോ. അല്ലാതെ തീരെ തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. പക്ഷെ 24 hours ഇരിക്കാൻ ചില ആളുകൾക്ക് പറ്റില്ല. അവർക്ക് അവരുടെ ജോബ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി സമയം വേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി അതിനിടയ്ക്ക് സമയം തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു, എപ്പോഴെങ്കിലും നിങ്ങളെ അടുത്തോട്ട് വരുന്നു, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സമയം തരുന്നു എന്നാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷനിൽ നിങ്ങൾ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പേജ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്ട്രെങ്ത് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൂടുതൽ സ്ട്രെങ്തൻ ആയി വരുന്നതായിട്ടാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പോഴീ ഒരു ഡിസ്റ്റൻസ് ഇട്ടതിൻ്റെ ഒരു റിസൾട്ട്, അതായത് ഇപ്പം നിങ്ങൾ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ മുന്നോട്ട് വരും എന്നുള്ളതാണ്. അവർ ഈ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടി ഡിസിഷൻ എടുക്കാൻ മടിയുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും. അവരായിട്ട് തന്നെ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കും എന്നാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡാണ്.
അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങളില്ലാത്തതിൻ്റെ ഒരു പെയിൻ അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരാനുള്ള ചാൻസാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻ തിരിച്ചു വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർ കംപ്ലീറ്റഡ് അല്ല എന്ന് അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുകയും ആൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ആ ഒരു കരുതൽ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവരെ അത്രയും വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളാണെങ്കിൽ ഈ റിലേഷനിൽ ഇനി മുന്നോട്ട് ഒരു ആക്ഷൻ ഉണ്ടാവില്ല. പേഴ്സണ് നിങ്ങളോട് അത്രയും സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് അവരായിട്ട് ഈ റിലേഷനിലോട്ട് ഇനി വരാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ചുറ്റിനും എന്തൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് എന്താ പറയുക ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഇനി ഒരു ചേഞ്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഈ റിലേഷനിൽ മുന്നോട്ടൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ റിലേഷനിൽ മുന്നോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോഴേ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൂടുതൽ ഒരു നെഗറ്റിവിറ്റി പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്, അതായത് ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റഡ് ആവുന്നത്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മാത്രമല്ല നിങ്ങൾ ആൾക്ക് കൊടുത്ത ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ അത്രയും എന്താ പറയുക അത്രയും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആളെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കും എന്നെ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്, അതായത് അവർക്ക് ആത്മാർത്ഥമായി തന്നെയാണ് അവരെ എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംശയിക്കുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുൻപ് അങ്ങനെയുള്ള ആളുകളായിരിക്കും അതായത് അങ്ങനെയുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. അവർ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ റിലേഷനെയും അതുപോലെ കാണരുത്. ഓക്കെ, ഒരു റിലേഷനിൽ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി പിന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന റിലേഷൻസിനെയൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു എനർജി. അപ്പോൾ അതേ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആവുക. അത് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് വേണം റിലേഷനെ നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ അവർ നേരിട്ട് നിങ്ങളെ കാണാൻ വരുമോ ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ഒന്നെങ്കിൽ കോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യും, അതല്ലെങ്കിൽ അവർ നേരിട്ട് കാണാൻ വരും. ആ രീതിയിലൊരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. വെയിറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ എന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഈ റിലേഷനിൽ കംപ്ലീറ്റ് ആയിട്ടൊരു മൂവ് ഓൺ ചെയ്യുന്ന എനർജിയിലോട്ട് പോവാതെ ആൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇൻസെക്യൂർ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു തോന്നലുണ്ട്, അതായത് അവർ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതും കൂടി ഈ റിലേഷനിൽ അവർ മാറി നിൽക്കുന്നതിനൊരു റീസൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കോഴിക്കോട്, ജൂൺ, ലെറ്റർ ഡി, 1986, ഫെബ്രുവരി, തൃക്കേട്ട, മെയ്, ജൂലൈ, അശ്വതി, 1989, 1988, 1990, ലെറ്റർ ഇ, ലെറ്റർ ഡബ്ല്യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.